എടാ നീ കഴിഞ്ഞ ആഴ്ച ഒരു 1000 രൂപ വാങ്ങിച്ചില്ലേ? അതുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചയച്ചാടാ. ഉണ്ട്, പക്ഷെ ഞാൻ തരൂല. അതെന്ത്? ചൊവ്വാഴ്ച ഞാൻ ആർക്കും പൈസ കൊടുക്കാറില്ല. ചൊവ്വാഴ്ച നിന്നെ പിടിച്ച് കടിച്ചാ? ചൊവ്വാഴ്ച പണം ഇടപാടൊന്നും പാടില്ലെന്നാണ്. അന്ന് നിന്നെ പോലെ വിശ്വാസം ഇല്ലാത്തവരൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. അപ്പൊ ഈ ചൊവ്വാഴ്ച വിശ്വാസമുള്ളവരാരും ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കൂലേ? ഞാൻ ബസ്സിൽ പോകൂലടേ, ബൈക്കിലാണ് പോണത്. ബൈക്കിൽ പെട്രോൾ അടിക്കണ്ടേ? പെട്രോൾ ഞാൻ തിങ്കളാഴ്ചയെ അടിച്ചിടും. പെട്രോൾ പമ്പ് തിങ്കളാഴ്ച അവധിയാണെങ്കിലാ? എങ്കിൽ ഞാൻ നടന്നു പോകും. അപ്പൊ എന്തെങ്കിലും എമർജൻസി വന്നാലാ? ഞാൻ വേറെ ആരെങ്കിലും കൊണ്ട് കൊടുപ്പിക്കും. അപ്പൊ അവര് നശിച്ചു പോട്ടെന്നല്ലേ? നിനക്ക് വേറെ ഒരു പണിയില്ലടേ. അതൊക്കെ ഇരിക്കട്ടെ, നിന്റെ കല്യാണം മുടങ്ങിയത്? പെണ്ണിന് ചൊവ്വാദോഷം. മനുഷ്യന്മാര് ചൊവ്വയെ പോയി ചായക്കട തുടങ്ങുന്ന കാലത്താണ് അവന്റെ ചൊവ്വാദോഷം. എന്തായാലും ഞാൻ ചൊവ്വയെ പോയി ചായക്കടയും തുടങ്ങാൻ പോണില്ല. ഇന്ന് രാവിലെ ഡൽഹിയിൽ നിന്ന് നിന്റെ മാമനെ മാമി നീ ഇതിന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാ? ആര് വീട്ടിൽ നിന്ന് ഇറങ്ങി വിട്ട്? അവരപ്പുറത്തൊരു ലോഡ്ജിൽ കൊണ്ടുപോയി സേഫ് ആയിട്ട് താമസിപ്പിച്ചിട്ടുണ്ട്. നിനക്ക് ഇത്രയും വലിയൊരു വീട് കിടക്കുമ്പോ നീ അവരെ കൊണ്ട് ലോഡ്ജിൽ താമസിപ്പിക്കണത് മോശമല്ലേടേ? ചൊവ്വാഴ്ച വിരുന്നുകാര് വീട്ടിൽ വന്നാൽ വീട്ടിലുള്ളവർക്ക് ദോഷമാണ്. അതുകൊണ്ട് ഞാൻ ഇന്നവരെ ലോഡ്ജിക്ക് എടുത്തിട്ട് നാളെ വീട്ടിൽ കൊണ്ടുപോകും. അപ്പൊ ലോഡ്ജിന്റെ പേയ്മെന്റ് ആര് കൊടുത്ത്? ഞാൻ കൊടുക്കുമെന്ന് നിനക്ക് തോന്നണുണ്ടാ? പാവം മാമനും മാമി, നീ അവരെ കൊണ്ട് കൊടുപ്പിച്ചല്ലേ? വാടാണെന്ന് മാമന് മാമിയെ എന്നെക്കാളും വലിയ വിശ്വാസികളാണ്. ചൊവ്വാഴ്ച ആയതുകൊണ്ട് എയർപോർട്ടിൽ തന്നെ ടെന്റ് അടിച്ച് കിടക്കാൻ പോയവരെയാണ് ഞാൻ കൈയും കാലും പിടിച്ച് നാളെ പൈസ തരാമെന്നും പറഞ്ഞ് ഈ ലോഡ്ജിൽ കൊണ്ടുപോയി താമസിപ്പിക്കണം. നീ നിന്റെ ചൊവ്വയും കെട്ടിപ്പിടിച്ച് ഇവിടെ തന്നെ ഇരുന്നോ, ഞാൻ പോണു. നീ ഇവിടെ പോണം? ഞാനും അനിയടനും കൂടി ഇന്നൊരു അര എടുക്കാന്ന് വിചാരിച്ചു. എന്നാ പിന്നെ ഞാനും പറഞ്ഞടാ. ഷെയർ ഇടാത്ത ഒരുത്തനെയും കൂടെ ഇരുത്തണ്ടെന്നാണ് ഞങ്ങളെ തീരുമാനം. അതിന് ഷെയർ ഇടൂലെന്നാര് പറഞ്ഞു? ഞാൻ ഇടും. അതിനിന്ന് ചൊവ്വാഴ്ചയല്ലേ, നിനക്ക് ഷെയർ ഇടാമോ? ഷെയർ ഇടാൻ എന്തോന്നു ചൊവ്വയും വെള്ളി? നീ വാടേ.